നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ ഒടുവില് ബാലനെ ആനന്ദിനെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ ചോദിച്ചു, എന്താ ഏട്ടാ, എന്താ സംഭവിച്ചേ? ശരിക്കും ഉള്ളത് തന്നെയാണോന്ന് ചോദിച്ചു. അതെ, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാന്ന് പറഞ്ഞു. എന്തോ പീഡന കേസിലാന്ന് പറഞ്ഞു. പീഡന കേസിലോ? അതെ, ബാലന്റെ മരുമോൾ എന്തോ കംപ്ലൈന്റ് കൊടുത്തെന്നൊക്കെ അറിയാൻ കഴിഞ്ഞ് അതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന്. വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ധർമ്മന്. ധർമ്മൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും ആ വീട്ടിലുള്ളവർ ആരും ചെയ്തിട്ടില്ല. ഇത് കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിലാ. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല ധർമ്മ എന്താന്ന്. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു. പിന്നീട് സുകന്യയോട് പറഞ്ഞു, അതെ, കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സുകന്യ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തു. പിന്നീട് അയാളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്, ഇക്കടെ വന്ന് സാധനം മേടിക്കണം എന്നൊക്കെ. ധർമ്മൻ ആകെപ്പാടെ വല്ലാത്തൊരു പകപ്പാടെ നിൽക്കുമ്പോഴത്തേന് സുകന്യ ചോദിച്ചു, ധർമ്മേണ്ണ എന്തിനാ വിഷമിക്കണേന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് വിഷമമില്ലാതിരിക്കുവോ? എന്തൊക്കെയായിരുന്നു ദേവമംഗലക്കാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നേ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ശരിക്കും ധർമ്മേണ്ട അവിടുന്ന് രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി. ധർമ്മേണ്ട അവിടുന്ന് പുറത്താക്കിയതല്ലേ, അപ്പൊ ഇങ്ങനെ തന്നെ കിട്ടണം. കുറെ ദിവസം ജയിലിൽ കിടക്കണം അവരെല്ലാരും. എല്ലാത്തിനെയും കൊണ്ട് അകത്തിടണം. പറഞ്ഞു തീരുവല്ല. സുകന്യയുടെ കർണത്തിനിട്ട് ഒറ്റ ഒരെണ്ണം കൊടുത്തു. നീ എന്താടി പറയണമെന്ന് ചോദിച്ചോണ്ട് സുകന്യ ഞെട്ടിപ്പോയി. അതെ, മിണ്ടരുത്, ഒരക്ഷരം പോലും ശബ്ദിച്ചു പോയേക്കരുത്. നിനക്കറിയത്തില്ല ഞാനും അവരും തമ്മിലുള്ള ബന്ധം എന്താന്ന്. എനിക്ക് എന്താണെങ്കിലും അവരെ രക്ഷിച്ചേ മതിയാവുള്ളൂ, അല്ലാതെ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ അപ്പൊ തന്നെ കടയിൽ നിന്ന് ഇറങ്ങുവാണ്. നേരെ വീട്ടിലേക്ക് പോവുക. ആ സമയത്ത് ആകാശിനും ആനുവിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകാശ് മീനുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അവിടെ വന്നിട്ട് മീനുവിനെ ഫോൺ ചെയ്തിട്ട് മീനുവിനോട് പറഞ്ഞു, മീനു ഞങ്ങളിപ്പം പോലീസ് സ്റ്റേഷനിലാന്ന് പറഞ്ഞു. എന്താ ആകാശേട്ടാ, കാര്യം എന്താന്ന് ചോദിച്ചു. അത് ശ്രീദേവി അടുത്തെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുണ്ട്. പീഡിപ്പിച്ചെന്നോ? അതെ, ഗാർഹിക പീഡനത്തിന് കള്ളപ്പരാതി കൊടുത്തിരിക്കുവെന്ന് പറഞ്ഞു. അതിന്റെ പേരിലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അസഹിച്ചു. എന്താ നിങ്ങൾ ആരെയെ വിളിക്കണം എന്നൊക്കെ ചോദിച്ചു. അല്ല, അത് പിന്നെ മാഡം ഫോൺ വെക്കാൻ പറഞ്ഞു ദേഷ്യപ്പെട്ടു. ആകാശ് പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. മീനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. മീനു ഓഫീസിലായിരുന്നു. മീനു പെട്ടെന്ന് വീണാ മാഡത്തിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മാഡം എനിക്ക് അർജന്റായിട്ട് പോകണമെന്ന് പറഞ്ഞു. അല്ല, ഇതെന്ത് പറ്റി മീനാക്ഷി? അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് മാഡം, അതുകൊണ്ടാ സംസാരിച്ചിരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു. മീനാക്ഷിക്ക് ഭയങ്കര ടെൻഷനായി പോയി. ദൈവമേ, ശ്രീദേവി എടുത്ത് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാരും പോലീസ് പിടിച്ചോണ്ട് പോവുക. എല്ലാരും പോലീസ് സ്റ്റേഷനിൽ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അപ്പോഴേക്കും മീനു എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ധർമ്മം നേരെ വീട്ടിലേക്ക് വന്നു. ഇന്ദിരാമ്മയൊക്കെ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. ഇന്ദിരാമ്മയെ സമാധാനിപ്പിക്കാനായിട്ട് നന്ദിതയൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ധർമ്മനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരാമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, എടാ മോനെ, ഗോമതിയെ മിത്രയെ അനുവിനെ എല്ലാം പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, എനിക്കറിയാമേ, അവരെ മാത്രമല്ല ബാലയേണ്ണെ ആനന്ദിനെ ഒക്കെ പോലീസ് കൊണ്ടുപോയി. എന്നാലും എന്റെ മോനെ, ആ ശ്രീദേവി കള്ളപ്പരാതി കൊടുത്തതിന്റെ പേരില്ല. അമ്മ വിഷമിക്കുമൊന്നും വേണ്ട, അമ്മ ധൈര്യമായിട്ടിരിക്കുക. അപ്പോഴേക്കും നന്ദിത പറഞ്ഞു, അതെ, അനന്തേണ്ണയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോഴേക്കും ഇവിടേക്ക് വരുമായിരിക്കും എന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, എങ്ങനെയാണെങ്കിലും രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ സ്റ്റേഷനിലേക്ക് ചെല്ലട്ടെ എന്ന് ചോദിച്ചു. ഇന്ദിരാൻ വെച്ചു, നീ ചെന്നിട്ട് എന്താവാനായിട്ടാ? ചുമ്മാ വെറുതെ പോയിട്ട് കാര്യമുണ്ടോ? അവരെ ഇറക്കിക്കൊണ്ട് വരണ്ടേ? അവരെ ഇറക്കാൻ നമ്മളല്ലാതെ ആരാ ഉള്ളത്? എല്ലാരും അവിടെ അകത്തല്ലേന്ന് ചോദിച്ചു. കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. എന്റെ മോളെയൊക്കെ, ദൈവമേ, ഈ സമയത്ത് എന്റെ മോളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ മാത്രം ഒരു തെറ്റും അവള് ചെയ്തിട്ടില്ല. എനിക്കറിയാമേ, ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നല്ലേ. അമ്മ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? രാജശ്രീക്ക് പക്ഷെ അകത്ത് കിടക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു, ഒരു പുച്ഛഭാവമായിരുന്നു. തന്റെ മകനെ കൊണ്ടേ അകത്തിട്ടല്ലേ. രാജശ്രീ പറയുകയും ചെയ്തു, അലോകിനെ കൊണ്ടുപോയി കള്ളപ്പരാതി കൊടുത്ത് അകത്തിട്ട് അല്ലേ, അവിടെ കിടക്കട്ടെ എല്ലാരും കൂടെ. അത് കേട്ടപ്പം നന്ദിത പറഞ്ഞു, ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ വർത്താനം പറയില്ല രാജശ്രീ. ഗോമതി ചേച്ചിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ അതെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ അവിടെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്കറിയത്തില്ലല്ലോ. നമ്മുടെ മുന്നിൽ ഇനി അവരൊക്കെ അഭിനയിക്കുമായിരുന്നെങ്കിലോ? ഇന്ദിരാമ്മ പറഞ്ഞു, രാശ്രീ, ഒന്നാമത്തെ കാര്യം എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എന്റെ മോളൊരിക്കും അങ്ങനെ തെറ്റ് ചെയ്യുന്നോളൊന്നുമല്ല, എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്യുതനും അനന്തനും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അവര് വന്നു കഴിഞ്ഞപ്പത്തിന് അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അനന്തൻ ചോദിച്ചു, അല്ല ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നമ്മൾ അങ്ങോട്ട് ചെന്നോണ്ട് വല്ലതാകുമോ? ഗാർഹിക പീഡനമാണെങ്കിൽ ഉദ്ദേശിച്ച പോലൊന്നും കാര്യം നടക്കില്ല. ധർമ്മം പറഞ്ഞു, ഏട്ടന്മാരെ, നമ്മൾ ഈ സമയത്ത് വേണം ഒന്നായിട്ട് നിൽക്കാനായിട്ട്. ഒന്നുമല്ലേലും നമ്മുടെ സഹോദരിയല്ലേ,
എനിക്ക് ഗോമതി ചേച്ചി ഒന്നും രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് ഇറക്കുക തന്നെ വേണം. ഈ സമയം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. അച്യുതൻ പറഞ്ഞു, ബാലന് വലിയ ഒന്നാം തന്നെ അടി തന്നെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഗോമതിയുടെ കാര്യം ഓർത്തിട്ടാ. ബാലനകത്ത് കിടക്കേണ്ടവനാ. എന്തൊക്കെയായിരുന്നു അവന്റെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ. അതിനുള്ള ശിക്ഷയെ കിട്ടിയത്. അപ്പോഴേക്കും ഇന്ദിരാൻ പറഞ്ഞു, ഈ സമയത്താണോടാ ഇങ്ങനെയൊക്കെ പറയണത്. ഒരു മനുഷ്യന് ആപത്ത് വന്നു കഴിയുമ്പോൾ അത് മാത്രമല്ല, ശ്രീദേവി കള്ളപ്പരാതി കൊടുത്താന്നുള്ള കാര്യം അറിയാലോ. അപ്പൊ പിന്നെ നിങ്ങൾ ഈ ദേഷ്യം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അനന്തം പറഞ്ഞു, അല്ല ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞേ. എടാ മക്കളെ, നിങ്ങൾ ചെല്ലണം, സ്റ്റേഷനിലേക്ക് ചെല്ലണം. അത് കള്ളപ്പരാതി എന്നുള്ള കാര്യം പറയണം. എത്രയും പെട്ടെന്ന് ഇറക്കിക്കൊണ്ട് വരണം. എൻ്റെ മോളി വീട്ടിലേക്ക് വരാതെ ഇനി ഞാൻ പച്ചവെള്ളം പോലും കുടിക്കില്ല. എൻ്റെ മോളാ സ്റ്റേഷനിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിരാമ്മ കരയുവാണ്. അപ്പോഴേക്കും നന്ദിത പറഞ്ഞു, അമ്മ ഇങ്ങനെ കരയല്ലേ, കരഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പോഴേക്കും ധനം പറഞ്ഞു, ഒരു നല്ല വക്കീലിനെ കൊണ്ട് ചിലപ്പം ചെല്ലുവാണെങ്കിൽ ഇറക്കാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. ആനന്ദം പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഒന്ന് ചെന്ന് നോക്കാം, എന്താ ഏതാന്നും അറിയത്തില്ലല്ലോ, ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഇറങ്ങുവാണ്. അതേസമയം മീനു ആകെപ്പാടെ വെപ്രാളം പിടിച്ച സ്റ്റേഷനിലേക്ക് വരുന്നേ. സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട്. മീനുവിനൊന്നും മനസ്സിലായില്ല. മീനു എന്നിട്ട് ചോദിച്ചു, എന്താ എന്താ അമ്മേ സംഭവിച്ചേ, ഇതെന്താ ഇത്? അപ്പോഴേക്കും ഗോമതിക്ക് ഭയങ്കര ടെൻഷനായി. ഗോമതി ഒന്ന് കരയുവാണ്. മിത്രയുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, എന്താ മോളെ ഇത്, ഇതെന്താ ഇങ്ങനെയൊക്കെ? ഒന്നും പറയണ്ട, പോലീസുകാർ വന്ന് ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാണ്. ശ്രീദേവിച്ചി പരാതി കൊടുത്തു പോലും. എല്ലാവരും ശ്രീദേവിച്ചി ആ വീട്ടില് ജോലി ചെയ്യിച്ച് പീഡിപ്പിക്കുമായിരുന്നു. ആഹാരം പോലും നേരെ ചൊവ്വെ കൊടുക്കുന്നുണ്ടോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഒരു കള്ളപ്പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും കൂട്ടിക്കൊണ്ടു വന്നത്. ഞങ്ങളുടെയൊക്കെ പേരുണ്ട്. ഒരുപക്ഷെ മീനി ചേച്ചിയുടെ പേര് കാണത്തില്ല, അതുകൊണ്ടായിരിക്കും മീനി ചേച്ചിയെ വിളിപ്പിക്കാത്തെന്ന് പറഞ്ഞു. എന്റെ പേരില്ലെന്നോ? അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ എന്റെ പേരും കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനുസരി പറഞ്ഞു, ഏയ് ഇല്ലാന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ മീനു ആനന്ദന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ആനന്ദേട്ടൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഒരു കാരണവശാലും ശ്രീദേവിച്ച് ഇങ്ങനൊരു പരാതി കൊടുക്കില്ല. എല്ലാ ആ ഉദയഭാനു അങ്കിളും ശ്രീകല ആന്റിയും കൂടെ ചേർന്നിട്ടുള്ളതായിരിക്കും. അവരായിരിക്കും ഇതിന്റെ പിന്നില്. അല്ലാതെ ശ്രീദേവി ചേച്ചിക്ക് ഒരിക്കലും ഇങ്ങനെ പരാതി കൊടുക്കാൻ പറ്റില്ല. ദേവി ചേച്ചി കൊടുക്കത്തുമില്ല. ദേവി ചേച്ചിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അവർ കളിച്ച നാടകങ്ങളായിരിക്കും ഇതൊക്കെയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എന്ത് നാടകം കളിച്ചാലും കുഴപ്പമില്ല. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അവളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറ്റണമെങ്കിൽ ഇച്ചിരി നേരം കഴിയും. കാരണം ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് ദിവസം അവൾ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് കരുതിയതാ. ആനന്ദ് ഡിവോഴ്സിന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവളീ ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ, ഞാൻ മരിച്ചാലും മറക്കില്ല. ഇതിനുള്ള കണക്ക് ഞാൻ ചോദിച്ചിരിക്കും. ഈ ഗോമതി വെറുതെ വിടാൻ പോകുന്നില്ല ഒന്നിനെന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ സിയെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. നിങ്ങളാരും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയാം. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, വേണ്ട മോളെ, അതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല. ഞങ്ങളൊക്കെ മാക്സിമം പറഞ്ഞതാണ്. അല്ല പിന്നെ എന്തിനാ അവരിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നേ? അത് പരാതിക്കാർ വരാനുണ്ടെന്ന് പറഞ്ഞു. അവരുടെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്തും കാര്യങ്ങളൊക്കെ നടത്തണമെന്ന്. അങ്ങനെ ഒടുവിൽ മീനു എന്ത് ചെയ്തു, സിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്നു. സിയയുടെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും സിയെ പറഞ്ഞു, ഓഹോ, അപ്പം നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് പറയാൻ വേണ്ടി വന്നാണെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും മീനു പറഞ്ഞു, അങ്ങനെയല്ല മാഡം, ഒരിക്കലും അങ്ങനെയല്ല. ഞാനും ആ കുടുംബത്തിലൊരു മരുമകളാണ്. അവിടുത്തെ അച്ഛനും അമ്മയൊക്കെ സ്വന്തം മകളെ പോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നത്, അല്ലാതെ വേറിട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞു. അതൊക്കെ നിങ്ങൾ പറയുന്ന കാര്യമല്ലേ. പാവം പിടിച്ചൊരു പെൺകൊച്ച് പരാതി എന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനെതിരെ ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ അറിയട്ടെ, അല്ലാതെ വെറുതെ ഒന്നും ശിക്ഷിക്കാൻ പോകുന്നൊന്നുമില്ല. അപ്പോഴേക്കും മീനു പറഞ്ഞു, മാഡം ഇത് കള്ളപ്പരാതിയാണിത്. അത് മാഡത്തിന് കേസ് അന്വേഷിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആയിക്കോട്ടെ, പക്ഷെ പരാതി കിട്ടിയിട്ടുണ്ടല്ലോ, ഞങ്ങൾ അന്വേഷിക്കട്ടെ. കള്ളമാണോ സത്യമാണോ എന്നൊക്കെ തെളിയുമ്പോ പിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. മീനുവിന്റെ ആകപ്പാടെ വിഷമായി. എന്ത് ചെയ്യാൻ പറ്റും? മീനു അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, മോള് പോയിക്കോളാൻ പറഞ്ഞു. ഇവിടെ നിൽക്കണ്ട. മീനുവിന് പോകാൻ പറ്റുമോ? നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകുന്നേ? അല്ല, എന്നെയും കൂടെ ഇവര് പിടിച്ച് അകത്തിട്ടെ. ഞാൻ ഇനി എന്തായാലും പുറത്തേക്ക് പോയിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, വേണ്ട മോളെ, നീ എന്തിനാ എവിടെ നിൽക്കുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. തെറ്റൊന്നും ചെയ്തിട്ടില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനു പറഞ്ഞു, പിന്നെ ആരാ തെറ്റ് ചെയ്തേ? ഈ സമയത്ത് ശ്രീദേവിക്ക് ആ പാടെ ടെൻഷനാണ്. തേമേ അച്ഛനും അമ്മയും എങ്ങോട്ടാ എന്ത് വിചാരിച്ച പോയേക്കെന്ന് അറിയത്തില്ല. എന്തൊക്കെയോ കള്ളലക്ഷണങ്ങളുള്ള പോലെ തോന്നുന്നുണ്ട്. എന്താ ഏതാന്നും അറിയത്തില്ല. ഒരു പക്ഷേങ്കില് അവരിനിയിപ്പോൾ പുതിയ തന്ത്രങ്ങൾ വല്ലതും ഒരുക്കുവാണോ? ദേവമംഗലംകാർക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു.
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് ഉദയഭാനു ശ്രീകലയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. ഉദയഭാനുവിന് ഭയങ്കര ടെൻഷനാണ്. ദൈവമേ, ഇനിയിപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോ എന്തായി തീരുമെന്ന് ഓർത്തിട്ട് വാദി പ്രതിയാവുമോ, പിടിച്ചകത്തിടുവോ? ബാലന്റെ മുന്നിലേക്കാ പോന്നേ. ബാലന്റെ മുന്നിൽ നിൽക്കാനുള്ള ശേഷിയും കാര്യങ്ങളൊന്നും ഉദയഭാനുവിനില്ല. ഉദയഭാനുവിന് നല്ല പേടിയുണ്ട് ബാലന്റെ മുന്നിൽ നിന്ന് കള്ളത്തരങ്ങൾ പറയുമ്പോ. ശ്രീകലയോട് പറഞ്ഞപ്പോ ശ്രീകല പറഞ്ഞു, അവിടെ ചെന്നിട്ട് നിങ്ങളുടെ മുട്ട് വരയ്ക്കാതിരുന്നാ മതി. അങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മളകത്താവും, അറിയാലോ. പിന്നെ നമ്മളുടെ മോൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ പറയണം. ഇങ്ങോട്ടേക്ക് വാ മനുഷ്യ എന്നും പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും ഗോമതി എല്ലാവരും നിൽക്കുന്ന കണ്ടു. ശ്രീകല നല്ല ധൈര്യപൂർവ്വം അങ്ങോട്ട് കയറി ചെന്നു. സിയയുടെ മുന്നിലേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്ക് സിഐ വന്നു. ആ, നിങ്ങളെത്തിയോ? അല്ല, എന്തിയാ പരാതിക്കാരിയായ പെൺകുട്ടി എന്തിയെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ മേഡം വന്നിട്ടില്ല. വന്നിട്ടില്ലെന്നോ? അതെന്താ വരാത്തെ? അവര് വേണം, അവരെല്ലാം മൊഴി തരേണ്ട ആള്. ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടിപ്പോയി. അല്ല മാഡം, അത് പിന്നെ അവര് വരാതെ കാര്യങ്ങൾ നടക്കില്ല, അറിയാലോ. അത് തീരെ വയ്യ മാഡം. ഞാനത് നേരത്തെ എസ് ഐ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. എഴുന്നേക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയെ കിടക്കുക. അങ്ങനെയുള്ള പെൺകുട്ടിയെ ഇങ്ങനെ കൊണ്ടിരുന്നേന്ന് ചോദിച്ചു. എന്നാലും ഞങ്ങൾക്ക് മൊഴി എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. പെട്ട അവസ്ഥയിൽ നിൽക്കുവാണ്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പണി പാളിയോ എന്നൊരു ചിന്ത. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.